ഇപ്പത്തെ കുട്ടികൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ വയലൻസിനോട് അങ്ങനത്തെ രീതിയിൽ കൂടുതലാണ്. കൂടുതലാ. പണ്ട് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും വഴക്ക് പറയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ആർക്കും വഴക്കാ. അവര് വഴക്ക് പറയോ എന്നുള്ള പേടിയാണ് നമുക്കുള്ളത്. അപ്പൊ അത് വളർത്തുന്നതിന്റെ ഒരു കുഴപ്പം അതെന്ന് വെച്ചാല് പണ്ട് ഒരുപാട് കുട്ടികളും ഒരുപാട് കുടുംബത്തിലെ അംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു അല്ലെ. അവിടുത്തെ ഒരു സന്തോഷം, ആ സന്തോഷം നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സില്. ഇപ്പൊ അതല്ല. ഇപ്പൊ കുട്ടികളെ നമ്മൾ വളർത്തുന്നത് അവരെ രാജാക്കന്മാരെ പോലെ അങ്ങനെയാണ് വളർത്തുന്നത് ഇല്ലേ. ഇപ്പൊ അവരൊരു കാര്യം ചോദിച്ചാൽ ഇപ്പൊ തന്നെ അങ്ങ് മേടിച്ചു കൊടുക്കും. രാത്രി 12 മണിയാണോ 1 മണിയാണോ ഒന്നും നോക്കില്ല. അവരെന്താണോ ആവശ്യപ്പെടുന്നത് അവരൊരു അടിമയെ പോലെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഭക്ഷണം മുന്നിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നു, വിളമ്പി കൊടുക്കുന്നു, വാരി കൊടുക്കുന്നു, കോരി കൊടുക്കുന്നു. അവർക്ക് എന്തൊക്കെയാണോ ഇല്ലാത്തത് അതൊക്കെ നോക്കി അപ്പുറത്തെ വീട്ടിലെ കുട്ടി അതിട്ടിട്ടുണ്ടോ, എന്നാ പിന്നെ എന്റെ കൊച്ചിന് അതില്ലല്ലോ, എന്നാ പിന്നെ അതും കൂടെ മേടിച്ചവൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ അവന് വിഷം പോകൂലേ, പിന്നെ അവൻ കിടന്ന് കാര്യം അവനതുണ്ടല്ലോ എനിക്കത് മേടിച്ചു തന്നില്ല എന്ന് പറയുമ്പോൾ അയ്യോ എന്റെ കുഞ്ഞിന് അതില്ല, എന്റെ കുഞ്ഞു അതില്ലെങ്കിൽ അവന് പിന്നെ നാളെ സ്കൂളിൽ പഠിക്കാൻ പോലും പറ്റൂല എന്നുള്ള വിശ്വാസത്തോടെ അത് മേടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ആക്കി നമ്മളെ കുട്ടികൾ നശിച്ചു കൊണ്ടിരിക്കുക അല്ലേ. അവർക്ക് ഭൂലോകത്ത് എന്ത് കണ്ടാലും അത് അവർക്ക് വേണ്ടതാണ് എന്നുള്ളൊരു വിശ്വാസം അവരെ ഉറച്ചിരിക്കുക. അപ്പൊ ആ പഴയ കാലഘട്ടം തന്നെയാണ് നല്ലതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയാനുള്ള ബുദ്ധി കുഞ്ഞിനെങ്കിലും ഉണ്ടാവണം. അത് കുട്ടിയായിരിക്കുമ്പോ ഓക്കെ, കുഞ്ഞാണ്, അതിന് മനസ്സിലാക്കാൻ അറിയില്ല. പാരന്റ്സ് പറഞ്ഞു കൊടുത്താൽ പോലും അതിന് അത്രയ്ക്കത്ര അത് വളർന്നു വന്ന ചുറ്റോട് വെച്ചിട്ട് അതിന് അറിയില്ല. പക്ഷെ വളർന്നു കഴിയുമ്പോ ഈ കുഞ്ഞിനെ മനസ്സിലാക്കില്ലെങ്കിൽ മനസ്സിലാക്കിക്ക പാരന്റ്സും ബാധിച്ചാണ്. പക്ഷെ എല്ലാ പാരന്റ്സിന്റെ തലയെ കൊണ്ട് വെക്കാനും പറ്റില്ല അല്ലെ. സമൂഹം ഇല്ല. അവന് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇടിക്കാതെ രക്ഷപ്പെടാൻ ഉള്ള ബുദ്ധി അവനുണ്ട് ഇല്ലേ. ഒരാൾ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മാറാനുള്ള ബുദ്ധി അവനുണ്ട് ഇല്ലേ. വിശന്നാൽ അവന് മനസ്സിലാവുന്നുണ്ട്, വിശപ്പുണ്ട്, എനിക്ക് ഞാൻ തന്നെ വാരി കഴിച്ചാൽ എന്റെ വയറ്. ഇതൊക്കെ അവന് തിരിച്ചറിയാമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം തിരിച്ചറിയാൻ പറ്റും, അവനാണെങ്കിലും അവളാണെങ്കിലും.